ഇന്ന് നമ്മുടെ ഋഷിക്കുട്ടന്റെ ആനുവൽ ഡേ ആണ് സ്കൂളിലെ. അപ്പൊ ഞങ്ങളിതാ പോകാനൊക്കെ റെഡിയാണ്. ആ ഋഷിയുടെ സ്കൂളിലെ ആനുവൽ ഡേക്ക് ഋഷിത ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ പോകുന്നു. ഓക്കെ ഓക്കെ, കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണാടി കാണിച്ചേ. എടാ മോനെ കളിക്കാൻ പോനെന്ന് ഋഷി ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവിടെ പോയി നമുക്ക് കാണാം. നമ്മുടെ കാക്കനാട് എന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. നമ്മളൊരു 9:30 ഋഷിയായിട്ട് അവിടെ എത്തി. അത് കഴിഞ്ഞ് അവരവനെ മേക്കപ്പ് ഇടാൻ കൊണ്ടുപോയി. നമ്മൾ കുട്ടികളെ ഡ്രസ്സ് ചെയ്ത് മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു, മേക്കപ്പ് ഒക്കെ അവരാ ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ഇത്തവണ ഋഷി ഭയങ്കരമായിട്ട് കരഞ്ഞ് അലമ്പാക്കി കേട്ടോ. ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടൊന്ന് ഋഷി ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഋഷിയുടെ അടുത്ത് സ്റ്റേജിൽ നിർത്തിയേക്കുമായിരുന്നു. പിന്നെ 2 ട്രിപ്പ് മേക്കപ്പ് ഇട്ട് 2 ട്രിപ്പ് അവൻ കരഞ്ഞ് ആലമ്പാക്കി മേക്കപ്പൊക്കെ ഒരുക്കി കളഞ്ഞു. മേക്കപ്പ് ഇല്ലാതാണ് സ്റ്റേജിൽ കയറിയ. ഒരു 10 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങി. ആദ്യം നമ്മുടെ കുഞ്ഞു മക്കളുടെ പ്രെയർ സോങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനാഗുറേഷൻ സെറിമണി, ദീപമൊക്കെ തെളിയിച്ച് നമ്മുടെ പാരൻസിന് അവരുടെ ഫ്ലഫി റാബിറ്റ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ടൈമായിരുന്നു. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1.5 വയസ്സ് മുതൽ ഋഷിനെ ഡേ കെയറിലാക്കാൻ നോക്കിയതാണ്. അപ്പോൾ തന്നെ നമ്മൾ കുറേ ഡേ കെയർ അന്വേഷിച്ചു. നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. 6:30 വരെ ഡേ കെയറിൽ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. പിന്നെ നമുക്ക് സാറ്റർഡേ വർക്കിംഗ് ആയതുകൊണ്ട് സാറ്റർഡേ ഋഷിക്ക് പോകേണ്ടി വരും. ഹോളിഡേയ്സ് ചിലപ്പോൾ പോകേണ്ടി വരും. പിന്നെ നമുക്ക് പോയിട്ട് വരാനുള്ള സൗകര്യം, അങ്ങനെയൊക്കെ നമ്മൾ കുറേ സ്ഥലത്ത് നോക്കിയായിരുന്നു. അപ്പോൾ പലയിടത്തും 5 മണി വരെ ഉണ്ടാവുള്ളൂ. ഹോളിഡേയ്സ് വർക്കിംഗ് എല്ലായിരിക്കും. പിന്നെ ചിലയിടത്ത് ബോയ്സിനെ എടുക്കില്ല, ഗേൾസിനെ മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ അവൻ്റെ ഏജ് ആ 1.5 വയസ്സിൽ പല ഡേ കെയറിലും കുട്ടികളെ എടുക്കില്ലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ തിരക്കിയാണ് ഫ്ലഫി റാബിറ്റ്സിലെത്തുന്നത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഡേ കെയർ വിടുമ്പോൾ കുട്ടി എങ്ങനെയായിരിക്കും, കംഫർട്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ പോയി ആദ്യത്തെ ദിവസം തന്നെ ഋഷി ഹാപ്പിയായി. ഋഷി അടുത്ത ദിവസം മുതൽ നല്ലോണം സന്തോഷത്തോടെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളും സോൾവായി, നമ്മളും ഹാപ്പിയായി. അവിടുത്തെ ധന്യ മിസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആൻറ്റിമാരൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടീവായിരുന്നു. അവരെയൊക്കെ നല്ല കാര്യമാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ഒന്ന് വലുതായി. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഋഷിക്ക് വന്നിട്ടുണ്ട് അവിടെ പോയ പിന്നെ ഇപ്പോൾ വലുതായി കഴിയുമ്പോൾ അവന് സ്കൂളിൽ പോകാനൊരു മടിയുണ്ട്. പക്ഷെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു മടിയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലഫി റാബിറ്റ്സിൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഗ്രാജുവേഷൻ സെറമണി ഉണ്ടായിരുന്നു. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഋഷിക്കും കിട്ടിയപ്പോൾ ഏതോ ഒരു കോമ്പറ്റീഷന് സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഋഷി പകുതി ഹാപ്പിയായി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, പിന്നെ പാട്ട്, സ്റ്റോറി ടെല്ലിങ്, അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞു പിള്ളേർ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നല്ല രസമല്ലേ. അവരെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ട് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ കാത്തിരുന്ന ഋഷിയുടെ പരിപാടി. ഋഷിയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഋഷി സ്റ്റേജിൽ കയറുമോ, അവൻ്റെ ഡാൻസ് കാണാൻ വന്നിട്ട് പറ്റാതെ പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവൻ നല്ലോണം പെർഫോം ചെയ്ത് കേട്ടോ. എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഇവനിങ്ങനെ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞിട്ട്. വീട്ടിലൊക്കെ കിടന്ന് ജസ്റ്റ് ചാടിയൊക്കെ കളിക്കുമെന്നല്ലാതെ ഈ പാട്ടും വരികളൊക്കെ മനസ്സിലാക്കി സ്റ്റെപ്പൊക്കെ ഇടുമെന്നുള്ള കാര്യം എനിക്ക് ഈ പരിപാടി കണ്ടപ്പോഴാണ് മനസ്സിലാക്കി. അവൻ നല്ലോണം ഡാൻസ് ചെയ്തു. പിന്നെ ആദ്യം ഒരു എടാ മോനെ സോങ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ടായിരുന്നു. അതിനെ അവൻ നല്ലോണം പെർഫോം ചെയ്തു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തതാണ് ഈ പരിപാടി മൊത്തം ഇരുന്ന് കണ്ടവൻ്റെ. നല്ലൊരു സന്തോഷ നിമിഷമായിരുന്നു എൻ്റെ കുട്ടി ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്തെന്ന് കണ്ടപ്പോഴത്തേക്കും. ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേറെയും കുറേ പെർഫോമൻസ് ഉണ്ട്. കുഞ്ഞു മക്കളുടെ ഒപ്പന, അല്ലാതെ കുറേ ഗ്രൂപ്പ് ഡാൻസ് വേറെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ടീച്ചർമാരുടെയും ആൻറ്റിമാരുടെയൊക്കെ തകർപ്പൻ ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു. അവർ നല്ലോണം പൊളിച്ചടുക്കി കേട്ടത്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഒരു 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഋഷിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയേ. അപ്പോൾ ഇന്നൊരു നല്ല ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഈ ആനുവൽ ഡേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.